ബിന്നി അനുമോളായിട്ട് മാറിയിരിക്കുകയാണ് മൊത്തത്തിൽ. ബിന്നി ആകെ 2 പേരെ മാത്രം ലക്ഷ്യമിട്ടാണ് അവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം നടന്ന ജയിൽ നോമിനേഷൻ്റെ സമയത്ത് ആര്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് കറക്റ്റല്ല, അങ്ങനല്ല, അവനത് ജിസേലിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പറയുന്നതാണെന്നും പറഞ്ഞിട്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ആര്യനെതിരെ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ് ബിന്നി. അനിമോൾ ആദ്യം ഏറ്റവും കൂടുതൽ എതിർത്തത് ജിസേലിനോടും ആര്യനോടുമായിരുന്നു. ആ അനിമോൾക്കാണ് പബ്ലിക്കിൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വൈൽഡ് കാർഡുകൾ വന്നതിന് ശേഷം ബിന്നി ഇത് മനസ്സിലാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ആ ഒരു ഗെയിം കളിച്ചുകൂടാ എന്നുള്ള ഒരു നിലയിലെത്തിയിട്ട് കുറച്ച് ദിവസമായിട്ടേ ബിന്നി ഇപ്പം ആര്യൻ്റെയും ജിസേലിൻ്റെ പുറകെയാണ്. ഇന്നലെ മൊത്തം ലൈവിൽ ജിസേലുമായിട്ട് വഴക്കായിരുന്നു. കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ജിസേലും ഇംഗ്ലീഷിൽ ഒരുപാട് തെറി പറയുകയൊക്കെ ചെയ്ത് ബിന്നിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്ക് നടന്നു. പക്ഷേ ഇപ്പം ഒന്നി ജിസേൽ അല്ലെന്നുണ്ടെങ്കിൽ ആര്യൻ, അങ്ങനെ മാറിയും തിരിഞ്ഞും ഇങ്ങനെ ചവിട്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിന്നി. ജയിൽ നോമിനേഷൻ കഴിഞ്ഞപ്പം ബിന്നി ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് പറയാണ്, ഇപ്പോൾ ജയിൽ നോമിനേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, പക്ഷേ ആര്യൻ ഇപ്പോൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് വെറും ഫേക്ക് സ്റ്റേറ്റ്മെൻറ്റാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവർ 2 പേരോടെ ചേർന്ന് ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്നു, കറികൾ പ്രത്യേകം പാത്രത്തിനകത്താക്കി മാറ്റി വെക്കുന്നു, ടൊമാറ്റോ എടുത്ത് മാറ്റുന്നു, അങ്ങനെ ഇവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇവർ ആരും കാണാതെ ഓരോന്നും ഇവിടെ ചെയ്യുന്നുണ്ട്. ആലു പറാട്ട ഉണ്ടാക്കി കഴിക്കുന്നു, ക്യാരറ്റും ടൊമാറ്റോയും എടുത്ത് മാറ്റി വെക്കുന്നു, എന്നിട്ട് സെപ്പറേറ്റ് കറിയൊക്കെ പാത്രങ്ങളിലാക്കി പ്രത്യേകം വെക്കുന്നു. അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടു. പക്ഷേ ഇപ്പം ഞാനത് പറയാൻ കാരണം നമ്മൾ കൊടുത്ത സ്പേസിൽ അവർ വന്നിട്ട് നമ്മളെ ഭരിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് പോയിൻ്റ് ഔട്ട് ചെയ്ത് ഞാനിപ്പം ജയിൽ നോമിനേഷനിൽ കൊടുത്തത്. ജിസേലിന് പറഞ്ഞത് ആര്യന് നന്നായിട്ട് കൊണ്ടു. അതിനപ്പം അവൻ പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഞാനും അക്ബറും ആര്യനും കൂടെ പ്ലാൻ ചെയ്തിട്ട് ജിസേലിന് കൊടുത്തതാണ് ആ സ്പേസ് കൊടുത്തതാണെന്നാണ് ആര്യൻ പറയുന്നത്. അതൊരു ഫേക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാൻ ഒരിക്കലും നേരത്തെ ഇവരുമായിട്ട് സംസാരിക്കുകയോ പ്ലാൻ ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്ത് കാര്യത്തിനും ജിസേലിൻ്റെ നിഴൽ പോലെ നടക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യം ഇവനിവിടെ ചെയ്യുന്നില്ല. ജിസേലിൻ്റെ കണ്ടൻ്റ് ആയാലും മറ്റു കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും ജിസേലിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇവന് മറ്റൊരു കാര്യങ്ങളും ഇവനിവിടെ ചെയ്യുന്നില്ല. ഈ വിഷയത്തിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ വരെ ഇപ്പോൾ ഞങ്ങൾക്കെതിരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനെൻ്റെ സ്വന്തം നിലപാട് വെച്ചാണ് ജിസേലിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ അവനാ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും സത്യമല്ല, അതൊരിക്കലും വിശ്വസിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് ബിഗ് ബോസിനോട് ബിന്നി പറയുന്നുണ്ട്.